ആരോഗ്യവകുപ്പിന്റെ ഏകോപനം പാളിയതോടെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലയിലാകെ താറുമാറായിരിക്കുകയാണ്. മന്ത്രിയും ജില്ലാ ഭരണകൂടവും പറയുന്ന കണക്കുകളിൽ വ്യക്തതയുമില്ല. അതേസമയം നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന രോഗിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ 8 വർഷത്തിനിടെ 4ാം തവണയാണ് ഭീതി വരുത്തി നിപ കോഴിക്കോടെത്തുന്നത്. ഓരോ തവണയും കേന്ദ്ര സംഘം ഉൾപ്പെടെ നിരവധി വിദഗ്ധർ ഇതിൽ പഠനങ്ങളും നിരീക്ഷണങ്ങളും നടത്തുന്നുണ്ടെങ്കിലും എങ്ങനെ രോഗത്തെ പ്രതിരോധിക്കാമെന്ന് കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പക്കലും ഇക്കാര്യത്തിലുള്ള കൃത്യമായ കണക്കുകളില്ലെന്നുള്ളത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. പൂനെ ലാബിൽ നിന്നുള്ള ഫലത്തെക്കുറിച്ച് പോലും ആരോഗ്യമന്ത്രിക്ക് വിവരമുണ്ടായിരുന്നില്ല. നിപ്പ ബാധിച്ച കോഴിക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കാനും ആരോഗ്യമന്ത്രി ഇതുവരെയും തയ്യാറായിട്ടുമില്ല. നേരത്തെ നിപ്പ സ്ഥിരീകരിച്ച സന്ദർഭങ്ങളിൽ ആരോഗ്യമന്ത്രിമാർ കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത്. കെ മുരളീധരന്റെ ഈ നിലപാടിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ചികിത്സയിൽ കഴിയുന്ന ആളിലേക്ക് രോഗാണു എങ്ങനെ എത്തിയെന്നതിന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. പുലർച്ചെ മുതൽ രാത്രി വരെയുള്ള രക്തസമ്മർദ്ദം താരതമ്യേന മെച്ചപ്പെട്ട നിലയിലാണെങ്കിലും ആരോഗ്യനിലയിൽ പുരോഗതി വന്നിട്ടില്ല. മോണോക്ലോണൽ ആന്റിബോഡി രോഗിക്ക് നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.